ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനേഷൻ്റെ മാത്സ് പാർട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. 71. രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പയെടുത്തു. ആദ്യ ഗഡുവായി 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക ചെയ്തു നോക്കാം നമുക്ക്. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യ ഗഡുവായിട്ട് എത്ര രൂപ അടയ്ക്കുമെന്ന് പറഞ്ഞ് 1000 രൂപയാണ് അടച്ചത്. പിന്നീട് എന്തോ ചെയ്തു, ഓരോ മാസവും 150 രൂപ വീതം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ എത്രയായി? 1150 രൂപയായി. അടുത്ത മാസം 1300, 150 രൂപയും കൂടെ വർദ്ധിപ്പിച്ചു, 300. അങ്ങനെ 30ാമത്തെ ഗഡുവായി തിരിച്ചടയ്ക്കുന്ന തുക, അതായത് T30. ഇപ്പം എന്തോ തോന്നുന്നു, ഒരു സമാന്തര പ്രോഗ്രഷൻ. എ എന്ന് പറയുന്നത് 1000, ഡി എന്ന് പറയുന്നത് 150. കണ്ടുപിടിക്കേണ്ടത് T30. കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് T30 കണ്ടുപിടിക്കുന്നത്? എന്നാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ A+n-1 × D. മറന്നുപോയവർക്ക് ഇവിടെ ഒന്നുകൂടെ എഴുതാം. A+n-1 × D. എന്നാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ Tn = ഇപ്പോൾ T30 കണ്ടുപിടിക്കേണ്ടത്. എ ഉണ്ട് 1000 അധികം n എന്ന് പറയുന്നത് 30, 30 - 1 29 ഗുണം D എന്ന് പറയുന്നത് 150. 1000 അധികം 29 അധികം 150 4350 കിട്ടും. 4350 കൂടെ 1000 കൂടെ കൂട്ടുമ്പോൾ 5350. 5350 ആണ് ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 72. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലായിരിക്കും? ഇപ്പം ലംബകോണ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ലംബകോണ്. അപ്പോൾ ഇതാണ് ലംബകോണെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നത് എത്ര പ്രാവശ്യമാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി 44. 44 പ്രാവശ്യമാണ് ലംബകോണിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ സൂചികൾ രണ്ടും വരുന്നത് എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം? 22 വട്ടമാണ്. അതുപോലെ സൂചികൾ രണ്ടും ഒരുമിച്ച് വരുന്നത് 12 മണിയൊക്കെ അങ്ങനെ വരുന്നതും എത്ര വട്ടമാണ്? 22 പ്രാവശ്യമാണ് ഒരു ദിവസം സൂചികൾ ഒരുമിച്ച് വരുന്നത്. അപ്പം ലംബകോണിൽ വരുന്നത് 44 പ്രാവശ്യം. അടുത്ത ക്വസ്റ്റ്യൻ 73. WFB TGD QHG. ഇനി അടുത്ത സംഖ്യ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ ആൽഫബറ്റ് എഴുതുക. ക്വസ്റ്റ്യൻ അപ്പോൾ WFB TGD QHG. അപ്പോൾ W TQ ആദ്യം കിടക്കുന്നത് നോക്ക്. W കഴിഞ്ഞിട്ട് Wൻ്റെ 3 കുറവാണ് T 3. Tയുടെ 3 കുറവ് -3 Q. അപ്പോൾ Qൻ്റെ -3 വരുന്നത് ഏതായിരിക്കും? N ആണ് അല്ലേ? N. ഇനി എന്തോ F. ഇതിനെ നോക്കുക, രണ്ടാമത്തെ ആൽഫബറ്റ് FGH. ഇനി വരുന്നത് I ആയിരിക്കും, NI. അപ്പോൾ NI ഉള്ളത് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, അത് മാത്രമേ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ബാക്കി 2 എണ്ണത്തിനെ നോക്കണ്ട, ഇത് രണ്ടും അല്ല എന്ന് മനസ്സിലായി. ഈ NIK NIJ നോക്കിയാൽ മതി. ഇനി ആരാ വരുന്നത്? B. ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം. അപ്പോൾ രണ്ടാമത്തെ +2 ആണ് D എന്ന് പറയുന്നത്. +2 ആണ് D. ഇനി G ആണ്. +3 ആണ് G വരുന്നത്. മൂന്നാമത്തതാണ് G വരുന്നത്. അപ്പം ഒന്ന് കൂടിയാണ് വരുന്നത്. അപ്പം G കഴിഞ്ഞ് ഇനി എന്തുവാ? 4ാമത്തതായിരിക്കണം വരുന്നത്. K +4 ആണ് വരുന്നത്. 2 3 4 ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പം NIK. ആൻസർ ഓപ്ഷൻ എ. മനസ്സിലായോ?
ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പം ഡബ്ല്യു ആദ്യത്തെ ആൽഫബറ്റ് രണ്ടാമത്തെ ആൽഫബറ്റ് ഒരുപോലെ, മൂന്നാമത്തെ ആൽഫബറ്റ് ഒരേ രീതിയിൽ. അപ്പം അങ്ങനെ നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 74. 5, 16, 51, 158. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. 5, 16, 51, 158. ഇനി അടുത്ത സംഖ്യ എന്താണ് ആ ക്വസ്റ്റ്യൻ. 5 ഗുണം 3 15 അല്ലേ? 15 അധികം 1 16. 5 ഗുണം 3 16 15. അതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പം 16 കിട്ടി. 2 16. 16 ഗുണം 3 48. അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 51 വരുന്നത്. അപ്പോൾ 1 3 5 അങ്ങനെ ആയിരിക്കും പോകുന്നതെന്ന് മനസ്സിലാക്കാം അല്ലേ? ഒറ്റ സംഖ്യ കൂട്ടുന്നു. 51 ഗുണം 3 153. 153ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 158 കിട്ടുന്നത്? 5 കൂട്ടുമ്പോഴാണ് 158 കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ്? 3 കൊണ്ട് ആ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചിട്ട് ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് ആൻസർ വരുന്നത്. 1 3 5. ഇനി അടുത്ത 7 ആയിരിക്കണം കൂട്ടുന്നത്. അപ്പോൾ 158 ഗുണം 3 എത്ര കിട്ടും? 474 കിട്ടും. ഇനി അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? ഇവിടെ 1 3 5. ഇനി 7 ആയിരിക്കണം കൂട്ടേണ്ടത് അല്ലേ? 7 കൂട്ടുമ്പോൾ 481 കിട്ടും. ഇവിടെ ആൻസർ ഉണ്ടോ? 481. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത കണക്ക് 75. ഒറ്റയാനയെ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്പെല്ലിങ് ഓർഡർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഡറിലൊന്ന് എഴുതി നോക്കാം. റോസ്. സി എന്ന് പറയുന്നത് ജാസ്മിൻ. ബി ലോട്ടസ്. ഡി ഓറഞ്ച്. അപ്പോൾ ഏതായിരിക്കും? ബാക്കിയെല്ലാം പൂക്കൾ ഓറഞ്ച്. ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 76. 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാക്കുന്ന തീയതി. ചെയ്തു നോക്കാം. അപ്പം എന്താ പറയുന്നത്? 16/4/2020 തുടങ്ങി 9 മാസവും 9 മാസം 5 ദിവസം പൂർത്തിയാക്കുന്ന തീയതിയാണ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 16/4/2020 മുതൽ 15/5/2020 വരെ ഒരു മാസം. 15/6/2020 2 മാസം. 15/7/2020 3 മാസം. 15/8/2020 4 മാസം. 15/9/2020 5 മാസം. 15/10/2020 6 മാസം. 15/11/2020 7 മാസം. 15/12/2020 8 മാസം. 15/1/2021 9 മാസം. 9 മാസമായി. അപ്പോൾ 15/1/2020 ആകുമ്പോൾ 9 മാസമാകുന്നു. ഇനി അതിൻ്റെ കൂടെ 5 ദിവസവും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 15ൻ്റെ കൂടെ 5 കൂട്ടുക. എത്രയാണ്? 20. 20/1/2021 ആണ് 9 മാസവും 5 ദിവസവും കഴിയുമ്പോൾ കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. 77. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ 75 സെൻറ്റിമീറ്ററും 8 മീറ്റർ 25 സെൻറ്റിമീറ്ററുമാണ്.
തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിൻ്റെ സാധ്യമായ ഏറ്റവും വലിയ വലിപ്പം കണ്ടെത്തുക. അപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പറയുന്നത് 10 മീറ്റർ 75 സെൻറ്റിമീറ്റർ, 8 മീറ്റർ 25 സെൻറ്റിമീറ്റർ നീളവും വീതിയും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ മീറ്ററിനെ അങ്ങ് സെൻറ്റിമീറ്ററോട്ടാക്കണം. അതായത് 100 കൊണ്ട് ഗുണിക്കുക. 10നെ 100 കൊണ്ട് ഗുണിക്കുമ്പം എത്ര കിട്ടും? 1000 കിട്ടും. 1000 അധികം 75 സെൻറ്റിമീറ്ററും കൂടി ഇല്ലേ, 75 കൂടെ കൂട്ടണം. അപ്പോൾ 1075. പിന്നെ 8 മീറ്ററിനെ സെൻറ്റിമീറ്ററോട്ടാക്കുമ്പോൾ 100 കൊണ്ട് ഗുണിക്കുന്നു. 800. 800 അധികം 25 825. അപ്പോൾ 1075ഉം 825ഉം ആയി. 1075 825 സെൻറ്റിമീറ്റർ. അപ്പോൾ 1075 സെൻറ്റിമീറ്റർ 825 സെൻറ്റിമീറ്റർ ഇങ്ങനെയായി. അപ്പോൾ ഇതിനെ എന്താ പറയുന്നത്? ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. അതിന് ഏറ്റവും സാധ്യമായ വലിയ വലിപ്പം. വലിയ വലിപ്പം ചോദിച്ചാൽ അതിൻ്റെ HCF, അതായത് ഉസാഗ എടുക്കണം. ഉസാഗ എടുക്കുക. ഈ സംഖ്യകളുടെ ഉസാഗ എടുക്കുക. ഇപ്പം ടൈല് വാങ്ങണമെങ്കിൽ അത് എന്തായിരിക്കണം? ഒരു സ്ക്വയർ ആയിരിക്കണം അല്ലേ, സമചതുരമായിരിക്കണം. സമചതുരം ആകുമ്പോഴല്ലേ അത് ഏറ്റവും സാധ്യമായ വലിയ അളവെന്ന് പറയുന്നത്. അപ്പോൾ സമചതുരത്തിലുള്ള ടൈലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉസാഗ എടുക്കുക. ഉസാഗ എങ്ങനെയാണ് ചെയ്യുന്നത്? 5 കൊണ്ട് 215 165, വീണ്ടും 5 കൊണ്ട് 43 33. ഇനി ഇതിന് രണ്ടിനകത്തും അടങ്ങുന്നതില്ല. അപ്പോൾ എന്താ, ഇത്ര എടുത്താൽ മതി. എത്രയാണ്? 25. അപ്പോൾ 25 ഗുണം 25. നീളവും വീതി 25 ഗുണം 25. A സ്ക്വയർ ആണല്ലോ, സ്ക്വയറിൻ്റെ വിസ്തീർണം കാണുന്ന ഇക്വേഷൻ. 25 ഗുണം 25. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 78. 9808 ഗുണം 625. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ഗുണിച്ചാൽ മതി. അപ്പം ഗുണിക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 61,30,000 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 613 ഗുണം 10⁻², എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യമുണ്ട് അല്ലേ, 10⁻4 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നതെല്ലാം 10⁻5 അപ്പോൾ ഇതിനെ 10⁻5 ആകുമ്പം എങ്ങനെ വരും? 61.3 ഗുണം 10⁻5 അല്ലേ. ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ, തുല്യം തന്നെയല്ലേ വരുന്നത്. അതായത് ഇവിടുന്ന് ഒരു പൂജ്യം അങ്ങ് പോകുമ്പോൾ ഇവിടെ ഒരു സ്ഥാനം അങ്ങ് മാറും, 613 ആവും. ഗുണം 10⁻4. കറക്റ്റ്. ഇത് രണ്ടും തുല്യമാണ്. അത് ആൻസർ 61.3 ഗുണം 10⁻5. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 79. A, B എന്നീ പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. XY / X+Y. ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ, തുറന്ന് ടാങ്ക് നിറയ്ക്കാനാണെങ്കിൽ XY / X+Y. അപ്പോൾ ഇത് തന്നെ ജോലി ചെയ്യുന്നു, രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നു. രണ്ടുപേര് ഒരു ജോലി ചെയ്യുന്നു, അത് രണ്ടും ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴും ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. XY / X+Y. അപ്പോൾ എക്സും വൈയും എത്രയൊക്കെയാണ്? 12ഉം 15ഉമാണ്. 12 ഗുണം 15 / 12 അധികം 15. 12 ഗുണം 15, 12 അധികം 15 എത്രയാണ്? 27. 3 കൊണ്ട് 9 4 3 5 എത്ര കിട്ടും? 4 5 20. 3ൽ 20 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക. 20 3
6 18 ശിഷ്ടം 2 6 മണിക്കൂറും 3/2 മിനിറ്റും 6 മണിക്കൂറും 3/2 മിനിറ്റും. ഇതിനെ നമ്മൾ വിഷമ ഭിന്നമാക്കി. ഇവിടെ ആൻസർ വരുന്നത് എന്തുവാ? 6 മണിക്കൂർ മിനിറ്റിനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഓപ്ഷനുണ്ട്, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ 6 മണിക്കൂർ വരുന്നത്. അത് തന്നെ ആയിരിക്കും ആൻസർ. അപ്പം ഇവിടെ നമുക്ക് മിനിറ്റ് മാറ്റി നോക്കാം. ഇതിനെ മാറ്റി നോക്കാം. അതിനെന്ത് ചെയ്യണം? 3/2 ഗുണം 60 മിനിറ്റ്. 3/2 മണിക്കൂറാണിത്. മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. 20 40. അപ്പം കിട്ടിയല്ലോ. 6 മണിക്കൂറും 40 മിനിറ്റും. ആൻസർ ഓപ്ഷൻ എ. ഇനി അടുത്ത കണക്ക് നോക്കാം. XY റേസ് ടു 12 ഇൻറ്റു, ആ ഡോട്ട് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, Y റേസ് ടു 24 ഇൻറ്റു Z റേസ് ടു 3 റേസ് ടു 4. അത് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് x/y റേസ് ടു 12 ഇൻറ്റു Y റേസ് ടു 24 ഇൻറ്റു Z റേസ് ടു 3 റേസ് ടു 4. അപ്പോൾ x ബൈ y റേസ് ടു 12 എന്ന് പറയുന്നതും x റേസ് ടു 12 ഡിവൈഡ് ബൈ y റേസ് ടു 12 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അല്ലേ? ഗുണം y റേസ് ടു 24 ഗുണം Z റേസ് ടു 3 റേസ് ടു 4 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? 3 ഗുണം 4. അപ്പോൾ എത്ര കിട്ടും? Z റേസ് ടു 12. ഇപ്പോൾ y 12. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്തതാണെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ഇവിടെ രണ്ടും ബേസ് രണ്ടും ഒന്നാണ്. അപ്പോൾ ഇത് രണ്ടും കുറയ്ക്കുക. അപ്പം 12 കിട്ടി. വെട്ടിപ്പോയി 12 ഇവിടെ. അപ്പോൾ എങ്ങനെ എഴുതാം? x റേസ് ടു 12 ഗുണം y റേസ് ടു 12 ഗുണം Z റേസ് ടു 12 ഇങ്ങനെ കിട്ടി. അപ്പോൾ എല്ലാത്തിൻ്റെയും റേസ് ടു എന്താണ്? 12 ആണ്. പവർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x ഇൻറ്റു y ഇൻറ്റു Z ഹോൾ റേസ് ടു 12 എന്ന് കൊടുക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.